കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ മുഴങ്ങിക്കേട്ടിരുന്ന ഒന്നാണ് നാവുറുപാട്ട്. കുട്ടികൾക്കുണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങൾ അകറ്റാനും സർവ്വദോഷ പരിഹാരത്തിനും നാവുറുപാട്ട് ഉത്തമമാണെന്നാണ് വിശ്വാസം. പുള്ളുവൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഇന്നും തങ്ങളുടെ ഈ അനുഷ്ഠാന കലാരൂപത്തെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്നത്. ഒരു കാലത്ത് നാവുറുപാട്ട് അഥവാ പുള്ളുവൻ പാട്ടിന്റെ ശീലുകൾ ഗ്രാമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും ഇന്ന് അവയെല്ലാം അപ്രത്യക്ഷമായിരുന്നു. ഈ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതാകാം ഒരുപക്ഷെ ഈ അനുഷ്ഠാന കല അപ്രത്യക്ഷമാകാൻ കാരണമായത്. കുട്ടികൾക്കുണ്ടാകുന്ന കണ്ണേറെ ദോഷങ്ങൾ അഥവാ ദൃഷ്ടിദോഷങ്ങൾ മാറ്റാനാകുമെന്നായിരുന്നു പഴമക്കാരിൽ രൂഢമൂലമായ വിശ്വാസം. നാഗാരാധന ഒരു പരിധിവരെ പ്രകൃതി ആരാധന കൂടിയാണ്. ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കുടുംബ ഐശ്വര്യം, സന്താന സൗഭാഗ്യം എന്നിവയ്ക്ക് പുള്ളുവൻ കുടത്തിൽ നെല്ല് നിറച്ചു നൽകുന്നതും അത്യുത്തമമാണത്രേ. വിശ്വാസമനുസരിച്ച് ശിവൻ ദർഭപുല്ലിൽ നിന്നും പുള്ളുവനെ സൃഷ്ടിച്ചുവെന്നും ശിവൻ വീണയും ബ്രഹ്മാവ് കുടവും വിഷ്ണു കൈമണിയും നൽകി. അതോടൊപ്പം സരസ്വതി സംഗീതവും നൽകിയത്രേ. നാരദൻ ദേശാന്തരങ്ങൾ സഞ്ചരിച്ച് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് ഐതിഹ്യം.